സുഭാഷിതം. യെശയ്യാപ്രവചനം 3:10-11 വാക്യങ്ങൾ. നീതിമാന്മാരെ കുറിച്ച് അവന് നന്മ വരും എന്ന് പറവീൻ, തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. ദുഷ്ടൻ അയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും. Tell the righteous, it will be well with them, for they will enjoy the fruit of their deeds. Woe to the wicked, disaster is upon them. They will be paid back for what their hands have done. യഹോവയായ ദൈവം യഹൂദ ജനത്തോട് യെശയ്യാവിൽ കൂടെ പ്രവചിച്ച പ്രവചനങ്ങളാണ് നാം വായിച്ചത്. ഈ വാക്കുകൾ അവർക്ക് മാത്രമല്ല, എന്നെന്നും ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും ഇത് ബാധകമാകുന്നു. ഇവിടെ 2 ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, നീതിമാനും ദുഷ്ടനും. 2 കൂട്ടരുടെയും പ്രവർത്തനങ്ങളുടെ ഫലമാണ് അവരവർ അനുഭവിക്കാൻ പോകുന്നത്. യഹോവ അരുളി ചെയ്ത വാക്കുകളായതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അപ്പോൾ 2 കൂട്ടരുടെയും പ്രവൃത്തികളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കണം. പൊതുവെ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നീതിയുള്ളതാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരിയായത്, എന്റെ പ്രവൃത്തികളിൽ എന്താണ് തെറ്റ് എന്നൊക്കെ. ദൈവത്തിന്റെ മക്കൾ നീതിയോടെ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. സദൃശവാക്യങ്ങൾ 21:3 പറയുന്നു, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തെക്കാൾ ഇഷ്ടം. ആരാണ് നീതിയുള്ളവരെന്ന് മോശ പറഞ്ഞ വാക്കുകൾ കേട്ടാലും. ആവർത്തന പുസ്തകം 6:25 പറയുന്നു, നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരാണ് നീതിമാന്മാർ. അവർ നീതിപ്രവൃത്തികൾ ചെയ്തിരിക്കും. പല നീതിപ്രവൃത്തികളെ കുറിച്ചും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കുന്നു. നീതിമാൻ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. ഇങ്ങനെ പലതും. ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല. സകല അനീതിയും പാപപ്രവർത്തികളും ദുഷ്ടന്റെ പ്രവർത്തനങ്ങളാകുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇങ്ങനെ പോകുന്നു ദുഷ്ടന്റെ പ്രവർത്തനങ്ങൾ. മനുഷ്യന്റെ യാതൊരു പ്രവർത്തനങ്ങൾ കൊണ്ടും നീതീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന്. നീതിയുടെ മാനദണ്ഡം ദൈവത്തിന്റെ നീതിയാണ്. അത് നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും? വിശ്വാസത്താൽ ദൈവവുമായി ഉടമ്പടി ചെയ്യുന്നവനാണ് നീതിമാനാകുന്നത്. റോമർ 10:10 പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുന്നു. നീതിമാനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നീതി പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശു കർത്താവാണ് നമ്മെ നീതീകരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നീതി പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയും. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് ഞങ്ങളെ നീതീകരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നീതിപ്രവൃത്തികൾ ചെയ്ത് ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷമാ